നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബെല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും അറിയാമല്ലോ, നമ്മുടെ ഗീവ് അവേ നടക്കുകയാണ്. ഏറ്റവും നല്ല കമൻറ്റ് എന്ന് പറഞ്ഞാൽ വരുന്ന കമൻറ്റുകളിൽ ഏറ്റവും നല്ല കമൻറ്റ്സ് നോക്കിയിട്ട് അതിൽ നിന്ന് ലോട്ടിട്ട് 23-ാം തീയതി ലോട്ടിട്ട് ഒരു നല്ല ക്രിസ്മസ് ഗിഫ്റ്റ് ഡ്രസ്സായിരിക്കും ഗിഫ്റ്റായിട്ട് തരുന്നത്. അതാണ്. അപ്പം നിങ്ങളുടെ എൻ്റെ പഴയ പട്ടുകാലം തൊട്ടുള്ള പ്രേക്ഷകരും ഇപ്പോഴുള്ള പുതിയ പ്രേക്ഷകരും എല്ലാ അഭിപ്രായങ്ങളും സ്നേഹങ്ങളും സന്തോഷങ്ങളും ഒക്കെ രേഖപ്പെടുത്തണം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് കുർത്തി കാണിക്കാം. പ്രീമിയം കളക്ഷൻസ് ആണ് മെജോറിറ്റി. പ്രീമിയം കളക്ഷൻസ് എന്ന് പറഞ്ഞാൽ അറിയാലോ, റേറ്റുള്ള കളക്ഷൻസ് ആണ്. ഇതുകൊണ്ട് ഞാൻ ഈ പ്രീമിയം തന്നെ കാണിക്കുന്നത് കൊണ്ട് പ്രീമിയം മാത്രമേ നമ്മുടെ ഷോപ്പിലുള്ളൂ. പ്രീമിയം എന്ന് പറഞ്ഞാൽ അങ്ങ് ഹൈ റേറ്റ് ഒന്നും ഇല്ല. നമ്മൾ ഡെയിലി വെയർ ആയിട്ട് ഇടുന്നതിനെ വെച്ച് നോക്കുമ്പോൾ റേറ്റ് കൂടുതൽ, അത്രേ ഉള്ളൂ. അല്ലാത്ത നമ്മുടെ ഷോപ്പിൽ 350 രൂപ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന കുർത്തീസ് ഉണ്ട്. അതൊരു 4000, 5000, 6000 ആ ഒരു റേറ്റിലേക്ക് വരെ പോകുന്ന കുർത്തീസ് ഉണ്ട്. അപ്പം എനിക്ക് ഈ പറയുന്നത് നമ്മുടെ പേഴ്സണലി കുറച്ച് ചോയ്സസ് കാണുമല്ലോ വീഡിയോ കാണിക്കുമ്പോൾ, അതേ ഞാൻ കാണിക്കുന്നുള്ളൂ കേട്ടോ. അല്ലാതെ ഡെയിലി വെയർ ഇടാനുള്ള ഒരു പ്രദേശം മുഴുവൻ നമുക്ക് കുർത്തീസ് ഉണ്ട്. അപ്പം ഇത് പ്രീമിയം ആണെന്ന് പറഞ്ഞു കഴിയുമ്പോൾ അതിന് ഇച്ചിരി റേറ്റ് കൂടുതലാണ്. കാരണം അതിൻ്റെ മെറ്റീരിയൽ ക്വാളിറ്റി, അതിൻ്റെ സ്റ്റിച്ചിങ് ക്വാളിറ്റി, അതിൻ്റെ വർക്ക്, ഇതിലെല്ലാം വ്യത്യാസം കാണും. അതിപ്പം അത് കണ്ടിട്ട് റേറ്റ് അതിന് ആ ഒരു ഇതുള്ളത് കൊണ്ടാണ് നിങ്ങൾ മേടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പം ഞാൻ ഇട്ടേക്കുന്നു ഇന്ന് കാണിക്കാൻ പോകുന്ന കുർത്തി തന്നാൽ മേടിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത്രയും നമുക്ക് കംഫർട്ടബിളാണ്. സ്റ്റിച്ചിങ് ക്വാളിറ്റി അങ്ങനെയാണ്. ഇത് കണ്ടോ, ഇതൊരു 3 പീസ് സെറ്റാണ്. മൽക്കോട്ടൺ ആണ്. എന്താ സുഖം! ഞാനിപ്പോൾ ഇട്ടേക്കുന്ന മൽക്കോട്ടൺ തന്നെയാണ്. എന്താ സുഖം എന്ന് സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ, അത്രയും ഒരു കംഫർട്ട് ഫീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഇത് പിന്നെ എല്ലാവരും ഞാനിടും കേട്ടോ ഈ ഫ്രോക്ക് പോലത്തെ. കാരണം എന്നെ സംബന്ധിച്ച് ഞാൻ നോക്കിയിട്ട് അതാണ് നമുക്ക് ഏറ്റവും, ഞാനിടുന്നത് കൊണ്ട് ഞാൻ നല്ല സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുകയല്ല. കാരണം നമുക്ക് ഭയങ്കര ഫ്രീയാണ്. നമുക്ക് അയ്യോ ഇവിടെ പൊങ്ങിയിരിപ്പുണ്ടോ, ഇവിടെ ഇങ്ങനെ ഇരിപ്പുണ്ടോ, ഇറുകയാണോ, അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട. ഇവിടെ നിറച്ചും ഫുള്ളി വർക്ക് ഇങ്ങനെ ഇവിടെ പ്ലീറ്റ്സ് ഇട്ടിട്ടുണ്ട്. ടീൽ ബ്ലൂ ആണ് ഷെയ്ഡ്. താഴെ അത് തന്നെ ആ വർക്ക് എംബ്രോയ്ഡറി വർക്ക് ചെയ്തേക്കുക. നല്ല മൽക്കോട്ടൺ ആണ്. ലൈനിങ് വരെ മൽക്കോട്ടണാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കംഫർട്ടിൻ്റെ കാര്യത്തിൽ ഒരു ഡൗട്ടും വേണ്ട നിങ്ങൾക്ക്. ബാക്ക് ഇങ്ങനെ വീനക്ക് വിത്ത് സ്കാലപ്പ്, കയ്യിലും ഈ ഒരു എംബ്രോയ്ഡറി വിത്ത് സ്കാലപ്പ് ചെയ്തിട്ടുണ്ട്. അടിപൊളിയാണ്. ബോട്ടം വരുമ്പോൾ ഫ്രണ്ട് പടി അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ബോട്ടം, അതിൻ്റെ തന്നെ സെയിം ബോട്ടം. ദുപ്പട്ട സ്കാലപ്പും അതുപോലെ തന്നെ ബൂട്ടാസുള്ള എംബ്രോയ്ഡറി ചെയ്തിട്ടുള്ള ദുപ്പട്ടയും. പാർട്ടി വെയർ ആയിട്ട് ഇടാൻ അടിപൊളി സാധനമാണ്. പക്ഷെ നമുക്ക് ഒട്ടും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും എടുക്കത്തില്ല. മൊത്തത്തിൽ ആ മൽക്കോട്ടൻ്റെ മെറ്റീരിയലും അതിൻ്റെ ഇതും എല്ലാം കൂടെ നമുക്കുണ്ടല്ലോ നല്ലൊരു സ്റ്റാൻഡേർഡ് വിലയുള്ള സാധനം ഇട്ടേക്കുന്നതെന്ന് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. പക്ഷേ ഒരു കാര്യമുണ്ട്, വാഷ് ചെയ്യുമ്പോൾ ഷാമ്പൂവിനകത്ത് വാഷ് ചെയ്യണം കേട്ടോ. ഇതിനകത്ത് കാണിച്ചേക്കുന്ന മെജോറിറ്റി കുർത്തി ഞാൻ ഓരോന്ന് എടുത്തിട്ടുണ്ടെന്നത് എന്നുവെച്ചാൽ ഇത്രയും കംഫർട്ട്. ഇത് കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ കാണിച്ചപ്പോൾ ഇട്ടിരുന്ന കുർത്തി ഇതുണ്ടോ. ഫ്രണ്ടിൽ നെക്കിൽ ഇങ്ങനെ ചെറിയൊരു ബീഡ്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ യോക്ക് പോർഷൻ പോലെ വന്നിട്ട് എംബ്രോയ്ഡറി, കയ്യിലും എംബ്രോയ്ഡറി വിത്ത് സ്കാലപ്പ്, ബോഡി ഫുള്ള് എംബ്രോയ്ഡറി. ഇത് ലൈനാണ് കണ്ടോ. താഴെ ഇത് ഇങ്ങനെ ഒരു സ്കാലപ്പ് ചെയ്തിരിക്കുക. ലൈൻ കുർത്തിയാണേ. ബാക്കിലും ഇതുണ്ടോ വർക്ക് ചെയ്തിട്ടുണ്ട്. നല്ല രസമാണ്. ഇതേക്കൂടെ താഴേക്ക് ഇങ്ങനെ ഇതിൻ്റെ സ്റ്റഫ് എന്ന് പറയുന്നത് ചുമ്മാ ഒരു ഇതല്ല, നമ്മുടെ ഈ ഇങ്ങനെ ത്രെഡ് കൊണ്ട് താഴേക്ക് ഒരു ഇത് ചെയ്തിരിക്കുന്ന ഫുൾക്കാരിക്കല്ല, കാന്താവർക്ക് വരികയില്ല എന്ന് പറഞ്ഞ പോലത്തെ ഒരു സൈസ് വർക്കെല്ലാം വന്നിട്ടുണ്ട്. കോട്ട് സെറ്റാണ്. ബോട്ടം ടോപ്പ് സെയിം. ഇതിൻ്റെ സൈസസ് പ്രൈസ് എല്ലാം സ്ക്രീനിലുണ്ട് കേട്ടോ. ഇത് അടുത്ത ഒരു കോട്ട് സെറ്റ്, കോളറുള്ളത്. നല്ല ഹാൻഡ്ലൂം കോട്ടൻ്റെ സ്റ്റഫിൽ ബേൺഡ് ഓറഞ്ച്. ഇത് ഈ കാണുന്നത് എംബ്രോയ്ഡറി വർക്കാണ്. ഈ കാണുന്നത് പ്രിൻ്റ് അല്ല, എംബ്രോയ്ഡറി വർക്കാണ്. അവിടെ ഇവിടെ ആയിട്ട് കണ്ടോ. ഇതിപ്പം വന്നിട്ടുണ്ടല്ലോ ലൈനാണ്. ലൈൻ പോലെയല്ലേ, ലൈനാണ്. താഴെ സ്ലിറ്റ് ഉണ്ടെന്ന് ലൈനാണ്. ഫ്രണ്ടിൽ ഇത്രയും പാർട്ടിൽ ഒരു ബട്ടനൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിരിക്കുന്നു. നല്ല കോളർ, കാഷ്വൽ ആയിട്ട് ഇടാം. ബോട്ടം ഇടുന്നവർക്ക് ബോട്ടം ഇടാം, ബോട്ടം ഇടാണ്ടാത്തവർക്ക് ബോട്ടം ഇടണ്ട. ഇപ്പം എല്ലാവരും അങ്ങനെ ഓരോ ഇഷ്ടത്തിലാണല്ലോ സ്റ്റൈൽ ചെയ്യുന്നത്. ഇതിൻ്റെ ബോട്ടം ഇത് ലൂസ് നല്ല കോട്ട് സെറ്റിൻ്റെ ബോട്ടം വരികയല്ലേ അത്. അടിപൊളി ഒരു എനിക്ക് ഭയങ്കര എൻ്റെ പേഴ്സണൽ ഇഷ്ടപ്പെട്ട ഒരു ചുരിദാർ. ഒരു സൈസ് ചോക്ലേറ്റ്
ബിസ്ക്കറ്റ് കളർ എന്നൊക്കെ പറയാം, അല്ലെ ചോക്ലേറ്റ് കളർന്ന്. ചോക്ലേറ്റിന് നല്ല വർക്കാണ്. ഇതുണ്ടോ ഇവിടെ കൊടുത്തിരിക്കുന്നത്, ഇങ്ങനെ വീനൊക്കെ വന്നിട്ട് സ്കാലപ്പ് വർക്കും ചെയ്തിട്ട്. ഇതിൻ്റെ ബോട്ടത്തേലും ഉണ്ടാവും വർക്ക്. റേറ്റ് നിങ്ങൾ നോക്കുമ്പോൾ അതിൻ്റെ ഫുൾ വർക്ക് നോക്കണം. അത്രയും എംബ്രോയ്ഡറി ബോട്ടത്തേലും. ഇതുണ്ട് ബോട്ടത്തിൻ്റെ വർക്ക് കാണിച്ചു. ബോട്ടത്തിൻ്റെ എൻഡിലും ആ ഒരു വർക്കുണ്ട് ചെയ്തിട്ടുണ്ട്. ഹാൻഡ്ലൂം കോട്ടനാണ്. മെറ്റീരിയൽ ഒരു 46-47 ഇഞ്ച് ലെങ്ത് ഉണ്ട്. സ്ലിറ്റഡ് ആണ്. താഴെയും ഇതുണ്ടോ ഇങ്ങനെ ലേസ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തന്നെ മറ്റൊരു കളറും കൂടി ഉണ്ട്, ക്രീം. നല്ല ഹാൻഡ്ലൂം കോട്ടനാണ്, നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഐറ്റം. ഞാൻ കഴിഞ്ഞ ദിവസം ഇത് റീല് ഞങ്ങളുടെ ചാനലിലിട്ടപ്പം ഞങ്ങളിട്ടപ്പം ഒത്തിരി എൻക്വയറി വന്നതായിരുന്നു രണ്ടിനും. ഇത് ബോട്ടം വരുമ്പോൾ ഇങ്ങനെ നല്ല സ്റ്റൈലായിട്ട്, കാഷ്വലാണ് പക്ഷെ സ്റ്റൈലിഷ് ആയിട്ട്, അങ്ങനെ ഒരു ഗെറ്റപ്പിൽ നമുക്ക് വെയർ ചെയ്യാം. ഇനി പ്യുവർ മൊഡാളാണ്. 2 പീസ് സെറ്റ്, പ്യുവർ മൊഡാൾ വിത്ത് ആപ്ലിക് വർക്ക്. ഇതിൻ്റെ ആപ്ലിക് വർക്ക് പോയേക്കുന്നത് ഈ താഴെ 2 സൈഡിലായിട്ട് ആപ്ലിക് വർക്ക് ചെയ്തിരിക്കുക. മസ്റ്റാർഡ് യെല്ലോ വിത്ത് റാണി പിങ്ക്. താഴോട്ട് ഇവിടെ ഇങ്ങനെ ഒരു ലീഫ് പോലെ വന്നിട്ട് അതാണെങ്കിൽ ക്രീം ഷെയ്ഡ്. നല്ല ഭംഗിയാണ്. കണ്ടോ, ഇത് വേണം തോന്നി, ഇത് ഞാൻ എടുത്തില്ലായിരുന്നു ഓർമ്മ. കണ്ടോ, ഇതിപ്പോൾ ഇല്ലേ ഏലയും പോലെ വന്നിട്ട് അടി വന്നിട്ട് ഒരു സ്ലിറ്റ് ഉണ്ട്. നല്ല കംഫർട്ടായിട്ട് കേട്ടോ. ലൈനിങ് ഇല്ല, ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല. പ്യുവർ മോഡലാണ്, ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല. അത്യാവശ്യം കട്ടിങ് കാര്യങ്ങളും എല്ലാം ഉണ്ടെങ്കിൽ അത് ലൈനിങ്ങും കൂടെ വന്നു കഴിഞ്ഞാൽ ഓവറായിട്ട് വണ്ണം നമുക്ക് ഫീൽ ചെയ്യും. ഇതാണ് ബോട്ടം, നല്ല ബോട്ടം കേട്ടോ. ഇപ്പം ഏത് ചുരിദാറുണ്ടാകും എനിക്ക് വേണം. പിന്നെ അടുത്തത് ഞാൻ ഇട്ടേക്കുന്നത് മുന്തിരി കളറ്. ഇവിടെ ഇങ്ങനെ എംബ്രോയ്ഡറി വർക്ക്. എന്നാ സുഖം എന്ന് പറയാൻ അറിയത്തില്ല. ഇതിൻ്റെ ഉണ്ടല്ലോ പ്ലീറ്റ്സ് വന്നിരിക്കുന്നത് ഇത് കണ്ടോ, ഇങ്ങനെ ഒരു പ്ലീറ്റ്സാണ്. ഇവിടുന്ന് ഒരു പ്ലീറ്റ്സ്, ബാക്കിൽ നിന്ന് അങ്ങനെ ഇത്ര ഒരു പ്ലീറ്റ്സ്. ഞാൻ ചുരിദാറെ കാണിച്ചു തരാം. ഭയങ്കരമായിട്ട് കാഷ്വലായിട്ട് നമുക്ക് നടക്കാൻ പറ്റും. പക്ഷേ ഇതൊരു ഫങ്ഷൻ വെയർ ആയിട്ട് ഇടാൻ പറ്റും. ഇതുണ്ടോ ഇത്ര ഇവിടെ ഒരു പ്ലീറ്റ്സ്, ബാക്കിലും അത്രയും തന്നെ പ്ലീറ്റ്സ്. ഇട്ട് നോക്കി ചുരിദാർ നോക്കിയാൽ മനസ്സിലാവും. ഇത് എന്നിട്ട് ഫ്രണ്ടിൽ ഇങ്ങനെ വന്നിട്ട് അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് കിടക്കും. താഴ്ഭാഗം കുറച്ച്, ഒത്തിരി ഓവറല്ല, കറക്റ്റായിട്ട് നല്ലൊരു സ്റ്റൈൽ ഫീലിംഗ്, ഒരു സ്റ്റൈലിഷ് ലുക്ക് വരാൻ വേണ്ടിയിട്ടുള്ളതാ. മൽക്കോട്ടനാണ് സ്റ്റഫ്. ഇവിടെ എംബ്രോയ്ഡറി ചെയ്തിട്ടുണ്ട്, ഇവിടെയെല്ലാം ബീഡ്സ് ചെയ്തിട്ടുണ്ട്, ഇവിടെയും ബീഡ്സ് ചെയ്തിട്ടുണ്ട്. കയ്യിൽ എംബ്രോയ്ഡറി, ബോഡി കൈക്ക് ലൈനിങ് ഇല്ല, ബോഡിയിൽ മൽക്കോട്ടൻ്റെ എന്താ ലൈനിങ്. ഇതില്ല അതിൻ്റെ ദുപ്പട്ടയിൽ സൈഡ് കണ്ടോ ആ എംബ്രോയ്ഡറി വർക്ക് ചെയ്ത നല്ല സ്റ്റാൻഡേർഡ് ഐറ്റം. നല്ല കളറും നല്ലൊരു വടം, ഈ മുന്തിരി കളർ ആർക്കും ചേരുന്ന കളർ. എനിക്ക് അത്തിരി കളറൊന്നും ഇല്ലല്ലോ, മീഡിയം അല്ലേ, അപ്പോൾ മീഡിയത്തിലും താഴെയാണ്. അപ്പോൾ എനിക്ക് ആ കളർ ഞാൻ ഇട്ടിട്ട് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് സ്വയം തോന്നുന്നുണ്ടാവുമല്ലോ, ഇതിട്ടിട്ട് ഞാൻ അപ്പോഴും ഡൗൺ ആയിപ്പോയി, ബ്ലാക്ക് ആയിപ്പോയി അല്ലെങ്കിൽ വൈറ്റ് ആയിപ്പോയി. ബ്ലാക്കിലും വൈറ്റിലും ഒന്നും ഒരു കാര്യമില്ല. നമ്മൾക്ക് കാണാൻ എൻ്റെ ഒരു പോളിസി ഞാൻ പറയട്ടെ, നമുക്ക് കണ്ണാടി നോക്കുമ്പോൾ നമുക്കത് ഭംഗിയാന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതുമാണ് ഏറ്റവും നല്ലത്. മറ്റുള്ളവരെ കൊണ്ട് പറയുക നമുക്ക് ഭംഗിയാന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ ഹാപ്പി ആയിട്ടങ്ങ് പോവാം, സന്തോഷമായിരിക്കും. നമുക്ക് ഭംഗിയാന്ന് തോന്നുന്നില്ലെങ്കിൽ അത് ഉടുക്കരുത്, ഉപയോഗിക്കരുത്. എന്നെ ആക്ഷൻ അല്ലേ. ഇനി 2 കോഡ് സെറ്റും കൂടി ഉണ്ട് കാണിക്കാതെ. ഇത് കാണിച്ചോന്ന് എനിക്ക് ഡൗട്ട് ഇല്ലല്ലേ. വെത്തിക്കൻ ജോർജറ്റിൽ ഇങ്ങനെ തീർത്തിരിക്കുന്നു. ലൈനിങ് വെച്ചിട്ടുള്ള സ്ലിറ്റഡ് ആയിട്ടുള്ള കോഡ് സെറ്റ്. ബോട്ടവും വെത്തിക്കൻ ജോർജറ്റിൽ തന്നെ വരും. നല്ല ഒരു യെല്ലോ. ഇതിൻ്റെ നെക്ക് കണ്ടോ, നെക്കിൽ ഇങ്ങനെ ഒരു പോർഷൻ മാത്രം പ്ലെയിൻ ആയിട്ട് ചെയ്തിരിക്കുക. ഈ ഒരു ബോട്ടത്തിൻ്റെ അത് വെച്ച് പ്ലെയിൻ ആയിട്ട് ചെയ്തിരിക്കുക. ബാക്കി ഇങ്ങനെ നല്ല ഭംഗിയാണ്. കോളറിനൊക്കെ ചൈനീസ് കോളർ. അതിൻ്റെ ഒരു കളർ ചേഞ്ച്, റാണി പിങ്ക് കളർ. ലൈനിങ് ഉണ്ട്, സ്ലിറ്റഡ് ആണ്. ഒരു 46 ഇഞ്ച് ലെങ്ത്തോളം ഉണ്ട്. ഇതുവരെ ബോട്ടം.
ബോട്ടം വത്തിക്കാൻ ജോർജറ്റ് തന്നെ. വത്തിക്കാൻ ജോർജറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ പുതിയ മെറ്റീരിയൽ ഇറങ്ങുന്ന എല്ലാവരും ഓർക്കും എന്തൊക്കെ പേരാണ്. ഒരു ചെറിയ ഒരു ഗ്ലോസി ആയിട്ടുള്ള കോട്ടൻ്റെ ഫീല് കിട്ടുന്ന ഒരു പാർട്ടി ടച്ചും കൂടെ തരുന്ന ഒരു ഇപ്പോൾ ഭയങ്കര ഡിമാൻഡുള്ള ഒരു മെറ്റീരിയലാണ് വത്തിക്കാൻ ജോർജറ്റ്. വത്തിക്കാൻ ചിലർ വത്തിക്കാൻ എന്ന് പറയും, ചിലർ വത്തിക്കാൻ എന്ന് പറയും, പലതും പറയും. ഇതെല്ലാം പ്രീമിയം ഐറ്റംസ് ആണെന്ന് അറിയാമല്ലോ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത് വാഷ് ചെയ്യുന്ന സമയത്ത് കെയർഫുൾ ആയിരിക്കണം. വാഷിംഗ് മെഷീനകത്ത് കൊണ്ടുപോയിട്ട് മറ്റുള്ള തുണികളുടെ കൂടെ വാഷ് ചെയ്യരുത്. ഷാമ്പൂവിനകത്തൊന്ന് കുറച്ച് നേരം മുക്കി വെച്ചിട്ട് സ്പിൻ ചെയ്യാതെ എടുത്ത് വിരിച്ചിട്ട് വെച്ചാൽ മതി. അതാണ് നല്ലത് കേട്ടോ. പ്രീമിയം ഐറ്റംസ് എന്ന് പറയുമ്പോൾ ഹെവി പ്രീമിയം അല്ലെങ്കിൽ പോലും ഈ മൽക്കോട്ടൺ എന്നൊക്കെ പറയുന്ന കോട്ടൻ്റെ ഏറ്റവും പ്യുവറാണ് മൽക്കോട്ടൺ. ഒരു അംശം പോലും മറ്റൊരു സാധനമോ അല്ലെങ്കിൽ മിക്സിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ അത് നമ്മൾ അത്രയും കെയർഫുള്ളായിട്ട് പ്യുവർ കോട്ടൺ വരുമ്പോൾ അങ്ങനെയാണ്. പക്ഷേ ഞാൻ ഇതിൻ്റെ ഇഷ്ടംപോലെ ചുരിദാർ എനിക്കുണ്ട്. ഞാൻ ഒരു പ്രാവശ്യം അബദ്ധത്തിൽ വാഷിംഗ് മെഷീൻ ഇട്ട് കഴുകുകയും ചെയ്തു. സത്യം പറയുക, അബദ്ധത്തിൽ വേറെ തുണിക്കകത്ത് പെട്ടുപോയിട്ട് വാഷിംഗ് മെഷീൻ ഇട്ട് കഴിഞ്ഞ് ഞാൻ എന്നോട് ഇങ്ങനെ വെച്ചുകൊണ്ടുണ്ട് ദൈവമേ പണി കിട്ടി എന്ന് പറയും. പക്ഷെ ഒരു മാറ്റവും വന്നിട്ടില്ല ചുരിദാർ. സത്യം പറയുക, ഞാൻ ഒത്ത് കളറൊക്കെ ഇളകുമായിരിക്കും. കാരണം പ്യുവർ മൽക്കോട്ടൺ അല്ലേ, ഒന്നും പറ്റിയില്ല. സത്യം പറയാം കേട്ടോ, കള്ളം പറയേണ്ട കാര്യമില്ല. കാരണം അല്ലെങ്കിൽ നാളെ നിങ്ങൾ എന്നെ വഴക്കുണ്ടാക്കില്ലേ. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു.